നമ്മുടെ വീടിനെ അലങ്കരിക്കുന്ന ഒരു ഇലച്ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ് അല്ലേ. ഒരുപാട് വെറൈറ്റികൾ പോത്തോസ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ്, അതായത് ഈ പോത്തോസ് എങ്ങനെയാണ് നമുക്ക് ചട്ടിയിൽ ഇതുപോലെ തിക്കായിട്ട് വളർത്തിയെടുക്കാമെന്നും, അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സി, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടറിങ്, സൺലൈറ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ തുടക്കക്കാർക്ക്, അതായത് ബിഗിനേഴ്സിന് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു ചെടി കേട്ടോ. കാരണം നമുക്കിത് വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ മണ്ണിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ചെടിയാണ്. ഇത് വേര് പിടിപ്പിക്കാമെന്നുള്ള വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ല, കാരണം ഇതിൽ എല്ലാ നോഡിലും റൂട്ട് ഉണ്ടാകും കേട്ടോ. എല്ലാ ഇതിലും വേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 ദിവസം ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 4-5 ദിവസം ആകുമ്പോഴേക്ക് തന്നെ നന്നായിട്ട് വേര് വരുന്ന ഒരു ചെടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന 3 ഞാൻ മണ്ണിൽ നട്ടു കൊടുത്ത ചെടിയാണ് കേട്ടോ. മണ്ണിൽ നട്ടു വെച്ചിട്ടുള്ള ചെടികളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അത് ആദ്യത്തെ നമുക്ക് സൺലൈറ്റ് തന്നെ എടുക്കാം അല്ലേ. അപ്പോൾ മണി പ്ലാന്റ്സിന് നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചാലേ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഇതുപോലെ കളറിംഗ് ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ ഈ ഒരു മണി പ്ലാന്റ്, അതായത് പോത്തോസ് പ്ലാന്റ് സെറ്റ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് വെളിച്ചം കിട്ടാത്ത ഏരിയയിലാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വൈറ്റ് കളറൊക്കെ അല്ലേ, നമ്മളെ എൻജോയ് പോത്തോസിൻ്റെ ഇതിൽ ഗ്രീനും വൈറ്റും അല്ലേ. അപ്പോൾ ആ വൈറ്റൊന്നും നിയോൺ പോത്തോസിൻ്റെ ആയ നിയോൺ കളറൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കണം. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കരുത് കേട്ടോ. വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് വെക്കേണ്ടത്. ഇത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് മഞ്ജുള പോത്തോസാണ്. അപ്പോൾ ഈ പോത്തോസൊക്കെ നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഇത് ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ചെടിയാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് പോട്ടിൽ ഇങ്ങനെ ബുഷിയായിട്ട് വളർത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടീൻ്റെ സൺലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് ചെടി വെച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളുടെ തുമ്പൊക്കെ കരിഞ്ഞു പോകും കേട്ടോ, വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വാട്ടറിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അധികം നമ്മൾ പോത്തോസ്, അതായത് മണി പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അകത്താണ് വെക്കുക, സെറ്റ് ചെയ്യുക. കൂടുതലായിട്ട് നമ്മൾ അകത്ത് വെക്കുന്ന ചെടിയായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യമൊന്നും നനച്ച് കൊടുക്കേണ്ട. അത് ഒരുപാട് നല്ല ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമ്മൾ നനച്ച് കൊടുത്താൽ മതി കേട്ടോ. അകത്ത് വെക്കുന്ന ചെടി അത് കൂടുതലും വെള്ളത്തിലായിരിക്കും. ഇപ്പം വെള്ളത്തിലെല്ലാം ചട്ടിയിലാണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം നനച്ച് കൊടുത്താൽ മതി ചട്ടിയിൽ വെക്കുന്ന ചെടിക്കിട്ടോ. അപ്പോൾ പുറത്ത് വെക്കുന്നതാണെങ്കിൽ നമ്മൾ 1-2 നനച്ച് കൊടുക്കാം. നനവില്ലെങ്കിലും ഇലകൾക്ക് മഞ്ഞളിപ്പും അതുപോലെ തന്നെ ഇലകൾക്ക് ഈ വാട്ടമൊക്കെ വരും. അതായത് ഇല ചീത്ത ഇത് ഉണങ്ങിപ്പോട്ടെ, വേഗം ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ഒരു 1-2 നമ്മൾ നനച്ച് കൊടുക്കാം. ഇത് ഞാൻ സാൻഡിൽ പോത്തോസാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ സിൽവർ കളറാണ് കേട്ടോ. ലീഫിന് ഒരു ഗ്രീനും സിൽവറും നല്ല ഭംഗിയാക്കിയിട്ട് കാണാൻ. ഇതൊരു ഹാങ്ങിങ്ങിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ഈ മണി പ്ലാന്റ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സൺലൈറ്റ് നോക്കി, അതുപോലെ തന്നെ വാട്ടറിങ് നോക്കി. ഇനി നമുക്കതിൻ്റെ പോട്ടി മിക്സാണ്. വെള്ളം വാർന്നു പോകുന്ന നല്ലൊരു പോട്ടി മിക്സിലാണ് കേട്ടോ നമ്മൾ ഈ ചെടി നട്ടു കൊടുക്കേണ്ടത്. വെള്ളം വാർന്നു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ ചകിരിച്ചോറ് ഉൾപ്പെടുത്താം, നമുക്ക് മണൽ കൂടുതലിടാം, മണ്ണോ അതുപോലെ തന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് കടലപ്പിണ്ണാക്ക്, അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്, കടലപ്പിണ്ണാക്കിൻ്റെ പൊടിയാണ് കേട്ടോ, ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സ്, അതൊരു വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് നമുക്ക് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ നമുക്ക് ചായപ്പൊടിൻ്റെ ചണ്ടി നല്ലോണം കഴുകി ഉണക്കിയിട്ട്, ഇവിടെ ഒരുപാടുണ്ട്, ഇപ്പം തീർന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടും, അത് ഉണക്കിയാൽ മതി. നമുക്കൊന്ന് കഴുകണട്ടൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ ഇട്ട് ഉണക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടി ഇതിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ വെള്ളം പെട്ടെന്ന് വാർന്നു പോകും. ആ രീതിയിൽ നമുക്ക് നട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ പ്ലാന്റ് ഞാൻ വെച്ച് കൊടുത്താണ് പെട്ടെന്ന് അത് തിക്കായിട്ട് വളർന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പോട്ടി മിക്സ് കേട്ടോ. നല്ല വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിൽ നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ, നട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ ഫെർട്ടിലൈസറാണ് കേട്ടോ, അതായത് വളങ്ങൾ എന്തൊക്കെ കൊടുക്കാം. അതിപ്പോൾ ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചാണകപ്പൊടി, എല്ലുപൊടി, അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പോട്ടി മിക്സിൽ. അതിന് ശേഷം നമുക്ക് ഈ ചെടി ഇങ്ങനെ വളർന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക്
കടലപ്പിണ്ണാക്ക്, അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ നമുക്ക് ഒരു കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. 3 ദിവസം നമുക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൽ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുക. 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇട്ട ശേഷം ഇളക്കി കൊടുക്കട്ടോ. ഇളക്കി കൊടുത്തിട്ട് നമുക്കത് കഞ്ഞിവെള്ളം അത് നമുക്ക് എന്ത് ചെയ്യുക, അതിൽ കുറേയും കൂടി പച്ചവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഈ ഒരു ചെടിക്ക്, അതായത് ഈ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. കാരണം കഞ്ഞിവെള്ളത്തിൽ നല്ല രീതിയിലുള്ള ഫോസ്ഫറസും പൊട്ടാഷ്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കടലപ്പിണ്ണാക്കിലും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കിലൊക്കെ നല്ല രീതിയിലുള്ള കാൽസ്യം, ഫോസ്ഫറസും പൊട്ടാഷ്യം, മഗ്നീഷ്യം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വളം നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇട്ട് കൊടുക്കട്ടോ. അത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഈ ഒരു മണി പ്ലാന്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടെങ്കിൽ നല്ലതായിരിക്കും. ചെടികൾ നല്ല ഗ്രോത്ത് ആയിട്ട് തിക്കായിട്ട് വളരും കേട്ടോ. അതാണ്. പിന്നെ നമ്മുടെ ചെടികളിൽ ഇങ്ങനെ നീണ്ടു വരുന്ന കമ്പുകളൊക്കെ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഉള്ളിൽ നിൽക്കുന്നില്ലെങ്കിൽ ഒരു ഈർക്കിൾ എടുത്തിട്ട് കുത്തി കൊടുത്തിട്ട് നമുക്ക് ചെടിച്ചട്ടി ബുഷിയാക്കി വെക്കട്ടോ. പിന്നെ അധികം നീണ്ടു പോണ കമ്പുകളൊക്കെ നമുക്ക് വേണ്ടാത്തത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോട്ട് എന്നാൽ ബുഷി ആയിട്ട് വളരും കേട്ടോ. പോട്ട് ബുഷിയാക്കാൻ ഇതേ മാർഗ്ഗമുള്ളൂ കേട്ടോ. നമുക്ക് മണി പ്ലാന്റ് ആകുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ഹാങ്ങിങ് ആയിട്ട് പോകുന്നതാണ്, നീണ്ടു പോകാനൊരു ടെൻഡൻസി കൂടുതലുള്ള ചെടിയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഓരോ ഇങ്ങനെ നീണ്ടു പോണത് എടുത്തിട്ട് നമ്മൾ ആ ചട്ടിയിൽ തന്നെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അത് നല്ല ബുഷിയായിട്ട് നമുക്ക് വളരും കേട്ടോ. പിന്നെ അധികം വരുന്നത് നമുക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഇലകൾക്ക് നല്ലൊരു കട്ടിയുള്ള ഇലയാണ് കേട്ടോ. ഈ പോത്തോസിന് നമുക്കറിയാം എൻജോയ് പോത്തോസ് ഉണ്ട്, മാർബിൾ പോത്തോസ്. ഇത് മാർബിൾ പോത്തോസ് ആണ്. ഞാൻ എടുത്ത് ഇല്ല, അത് കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ ഗോൾഡൻ പോത്തോസാണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്, വെള്ളത്തിലാണ് വെച്ച് കൊടുത്തുള്ളത്. അത് നമുക്കറിയാം നിലത്തൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ആണെങ്കിൽ വലിയ ഇലയാവും അല്ലേ. വലിയ ഇലയായിട്ട് നമുക്ക് ഭാഗ്യമാണെന്നൊക്കെ പറയുക. ഇല വലുതാകുമ്പോൾ പൈസ കൂടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഈ പച്ച കളറിൽ കാണുന്നത് ഇത് നിയോൺ പോത്തോസാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട്, നിയോൺ പോത്തോസ് ഉണ്ട്, എൻജോയ് പോത്തോസ് ഉണ്ട്, മാർബിൾ പോത്തോസ് ഉണ്ട്, സാൻഡിൽ പോത്തോസ് ഉണ്ട്, മഞ്ജുള പോത്തോസ് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ പോത്തോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി. ഈ ചെടി മാത്രം മതി കേട്ടോ. നമുക്കിപ്പോൾ ഒരു ചെടി നമ്മളെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചെടി മാത്രം മതി നമ്മുടെ വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, നമുക്ക് വീട് അലങ്കരിക്കാൻ പറ്റിയ നല്ലൊരു ഇലച്ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇല കട്ടിയുള്ളതായതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിൻ്റെ ഇല കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ കീടശല്യങ്ങൾ കുറവായിരിക്കും കേട്ടോ. കീടശല്യങ്ങൾ നന്നായിട്ട് കുറവാണ്. അപ്പോൾ ഓരോ ഈ നോഡിലും വേര് കണ്ടില്ലേ, റൂട്ട് എല്ലാത്തിലും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പിന്നെ നോഡിൽ റൂട്ട് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഓരോന്ന് ഇങ്ങനെ കത്രിക എടുത്തിട്ട് വെട്ടിയിട്ട് നമുക്ക് നട്ട് കൊടുക്കുക. എല്ലാത്തിനും വേരുണ്ടാകും. എനിക്കൊണ്ട് പിടിച്ച് കിട്ടിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൻ്റെ അകത്തേക്ക് വെക്കുന്ന സമയത്ത് വിൻഡോൻ്റെ അടുത്ത്, അതുപോലെ തന്നെ അടുക്കളയിലൊക്കെ നമുക്ക് വിൻഡോൻ്റെ അടുത്ത് വെക്കാം. അതുപോലെ തന്നെ ബാൽക്കണിയിൽ അങ്ങനെയുള്ള വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ. ഞാനിത് ഇവിടെയുള്ള സിറ്റ് ഔട്ടിലാണ് കേട്ടോ വെച്ചത്. പുറത്തുള്ള സിറ്റ് ഔട്ടിൽ നമ്മൾ കൊലായി എന്ന് പറയും, ആ സിറ്റ് ഔട്ടിലാണ് ഞാനും വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രഷായിട്ട്, ഇലകൾക്കൊന്നും ഒരു വാട്ടവും ഇല്ലാണ്ട് നല്ല ഫ്രഷായിട്ടാണ് കേട്ടോ ഇതുണ്ടായത്. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ചെടിക്ക് നമുക്ക് കൊടുക്കേണ്ട ഫെർട്ടിലൈസർ രണ്ടാമത്തത് നമുക്ക് ഓർഗാനിക്, ഞാനിപ്പോൾ പറഞ്ഞു, ഓർഗാനിക്കായിട്ടുള്ള കടലപ്പിണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് നമുക്ക് രാസവളങ്ങളായിട്ടുള്ള NPK 18-18-18 കൊടുത്താൽ മതി കേട്ടോ. 19-19 നല്ലത്. ഈ ഒരു ചെടിക്ക് നമുക്ക് 18-18-18, അതായത് നൈട്രജൻ 18, ഫോസ്ഫറസ് 18, പൊട്ടാഷ്യം 18 ഉള്ള ആ ഒരു ഇതുണ്ടാവും. വാങ്ങാൻ കിട്ടും നമുക്ക്. പിന്നെ ആമസോണിനോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓൺലൈനിൽ നമുക്ക് വെച്ചാൽ മതി. നഴ്സറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം കിട്ടും. ആ രീതിയിൽ നമുക്ക് വാങ്ങി കൊടുത്താൽ മതിയിട്ട്. വാങ്ങിയിട്ട് നമുക്കിതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചെടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഈർപ്പം ഇഷ്ടമാണ്. ഈർപ്പം നന്നായിട്ട് ഇഷ്ടമുള്ള ചെടിയാണ്. നല്ല വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ, അതായത് വെള്ളമൊന്നും ഇല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈർപ്പം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മിസ്റ്റിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കൊന്ന് ഈ ചെടിക്ക് എന്ത് ചെയ്യാം, മിസ്റ്റിങ് ചെയ്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ. മിസ്റ്റിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇലകളിലൊക്കെ നല്ല ഒരു
നനവ് വരും. അപ്പോൾ ഈ ചെടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു പ്രാണിശല്യം അങ്ങനെയൊന്നും വരാത്ത ചെടിയാണ്. ഇനിയിപ്പോൾ അതേ ലൈറ്റിൻ്റെ താഴത്തൊക്കെയാണ് രാത്രി ഉണ്ടെങ്കിൽ പ്രാണിശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം അടിക്കുമ്പോൾ തന്നെ പോകും. ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ NPK കൊടുക്കുന്നതും ഇങ്ങനെ സ്പ്രേ ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഇലകൾക്കൊക്കെ അതിൻ്റെ ഒരു വെള്ളം കൂട്ടിയിട്ടാണ്, വെള്ളത്തിലാണല്ലോ ഡൈല്യൂട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മണി പ്ലാന്റ്സ് വളർത്താൻ ഒരു പണിയില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മിക്ക ആളുകളും വളർത്തുന്ന ചെടിയാണ്. കാരണം നല്ല രീതിയിൽ നമുക്ക് ഇത് വളർത്താൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒരുപാട് വെറൈറ്റി ഇനിയുണ്ടാകും. എൻ്റെ കയ്യിൽ ഇത്രത്തോളം വെറൈറ്റി ഉള്ളൂ. ഇത് എൻജോയ് പോത്തോസ് ആണ്. അപ്പോൾ ചില ഇലകൾക്ക് വൈറ്റ് വന്നിട്ടില്ല കേട്ടോ, വൈറ്റ് വന്നിട്ടില്ല. അപ്പോൾ രീതിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വേറെ ഒരു ചെടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ, ഇത് മാർബിൾ പോത്തോസ് കേട്ടോ, ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിങ്സ് കിട്ടിയാൽ മതി. ചെറിയൊരു കട്ടിങ്സ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു 100 ചട്ടിയിൽ ഈ ചെടി തന്നെ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഈ ഒരു മണി പ്ലാന്റ്, അതായത് പോത്തോസിൻ്റെ സൺലൈറ്റ്, വാട്ടറിങ്, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ ഇത് ബുഷിയാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുഷിയാക്കാൻ വേണ്ടിയിട്ട് നീണ്ടു വരുന്ന ഒന്നും കൂടി പറയാം കേട്ടോ, മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി പറയാൻ. ബുഷിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ നീണ്ടു വരുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ചുറ്റി കൊടുക്കുക. ഉള്ളിൽ നിന്ന് ചുറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈർക്കിൾ വെച്ച് കൊടുത്താൽ മതി. അത് പുറത്തേക്ക് ചാടാതിരിക്കാൻ ഈർക്കിളും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു മണി പ്ലാന്റ് വളർന്നിട്ടുണ്ട്. നമുക്ക് കുപ്പിയിലാക്കി ചെറിയ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഈ മണി പ്ലാന്റ്സിൻ്റെ പോട്ട് എന്ന് പറയുകയാണെങ്കിൽ അത് പറയാൻ വിട്ടുപോയി. പോട്ടിന് സെലക്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏതൊരു പോട്ടിലും വളർത്തിയെടുക്കാൻ പറ്റും. വലിയ പോട്ടെന്നില്ല, ചെറിയ പോട്ടെന്നില്ല, നമുക്ക് ഏത് പോട്ടിലും നമുക്ക് ഈ മണി പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.